അങ്ങനെ മാതൃഭൂമിയുടെ വാർത്താ അവതാരകൻ അഭിലാഷ് മോഹനും സംഖ്യയായി. അതായത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് കഥ ഇറക്കല്ലേ, അതായത് അഭിപ്രായം അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ പറയാൻ അറിയില്ല എങ്കിൽ കഥ ഇറക്കല്ലേ എന്ന് നമ്മുടെ അഭിലാഷ് മോഹനൻ പറഞ്ഞപ്പോൾ അതിലെ ഗസ്റ്റ് പറഞ്ഞതാണ് സംഘപരിവാർ അനുകൂല നരേറ്റീവ് അഭിലാഷ് മോഹൻ ആവർത്തിക്കുന്നു എന്നാണ്. അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഞാൻ എന്ത് സംഘപരിവാർ അനുകൂല നരേറ്റീവാണ് ആവർത്തിക്കുന്നത്, അത് നിങ്ങൾ പറയൂ, എന്നിട്ട് ഈ ചർച്ച ആരംഭിക്കാം. അതായത് അവർ പറയുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരെല്ലാം സംഘികളാക്കി മാറ്റുന്ന ഒരു രീതി. അങ്ങനെ അഭിലാഷ് മോഹന് സംഖ്യയായി, സമാധാനമായി, ഒരേ സമാധാനമായി. കടുത്ത സഖാവായ എന്താണ് CPM-ന്റെ ഒക്കെ CPM മാധ്യമപ്രവർത്തകൻ എന്നറിയപ്പെടുന്ന SFI ഒക്കെ കോളേജുകളിൽ വിളിച്ച് യൂണിയൻ ഇനാഗുറേഷൻ ചെയ്യുന്ന, വളരെ കൃത്യമായി നിലപാടുകൾ പറയുന്ന, CPM നിലപാടുകൾ പറയുന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള അഭിലാഷ് മോഹൻ സംഖ്യയായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം തന്നെ പറഞ്ഞതുപോലെ. അപ്പൊ നമ്മൾക്കൊക്കെ ഒരു രസമുണ്ട് ഇത് കേൾക്കാൻ, അഭിലാഷും സംഖ്യയായി എന്നുള്ളത്. സംഖ്യകൾക്ക് വളരെ സന്തോഷമായി. അതാണ്, എല്ലാവരെയും സംഖ്യയാക്കുകയാണല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നറിയോ ധന്യ? ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നു. അതായത് വഖഫ് നിയമ ഭേദഗതിയൊക്കെ വരുന്നതിന് മുൻപ് ഭേദഗതി വന്നല്ലോ. ആ ഭേദഗതി വന്നത് എന്താണ്, ഈ വഖഫുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളെല്ലാം തന്നെ വഖഫ് ബോർഡിന് ഏറ്റെടുക്കാം. വഖഫ് ബോർഡിന് കൃത്യമായി ഏറ്റെടുക്കാം. അതിന് ട്രൈബ്യൂണലിൽ അവർക്ക് കൃത്യമായ നിയമമുണ്ട്. അവർക്ക് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നുള്ളൊരു വൃത്തികെട്ട നിയമത്തിന്റെ ഭേദഗതി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു. ആ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല. അതായത് ആ നിയമം പാസ്സാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ വരെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വത്തുക്കളിൽ ഇത് ബാധകമല്ല, അത് പിടിച്ചെടുക്കാൻ വഖഫിന് അധികാരമില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ നിർണായകമായ വിധി വന്നതായിരുന്നു. ആ വിധിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, മുനമ്പുമായി ബന്ധപ്പെട്ടെല്ലാം ചേർത്തുകൊണ്ട് ഒരു ചർച്ച മാതൃഭൂമിയിൽ നടക്കുകയാണ്. അങ്ങനെ മാതൃഭൂമിയിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ അഭിലാഷ് മോഹൻ പറയാണ്, എന്താണ്, നിങ്ങൾ ഒരുപാട് കാലം CAA കുറിച്ച് ഇവിടെ സംസാരിച്ചു, NRCയെ കുറിച്ച് സംസാരിച്ചു, ഇതാ ആളുകളെയെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നു, മുസ്ലിങ്ങളെയെല്ലാം ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള നെറേറ്റീവ് നിങ്ങൾ കൊടുത്തു. അഭിലാഷിന് ബുദ്ധി വിളിച്ചോ? അതൊരു ചോദ്യമാണ്. അഭിലാഷിനടക്കം ഇപ്പൊ മനസ്സിലായി തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു നെറേറ്റീവ് കൊണ്ടുവന്നു, പക്ഷേ അതിന്റെ പേരിൽ ആർക്കും പുറത്തു പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ എന്താണ്, ഈ ഇതിന്റെ പേരിൽ, വഖഫ് ബോർഡിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ട് അവരെ തെരുവിലേക്ക് ഇറക്കുന്ന സ്ഥിതിയാണല്ലോ എന്ന അഭിലാഷിന്റെ ചോദ്യം വന്നപ്പോ ഇവരാകെ വരണ്ടുപോയി. KP നൗഷാദ് അലി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു സംസാരിക്കുന്ന ആൾ, അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തിരുന്ന ഷിജു ഖാൻ, CPM-ന്റെ ഭാഗമായിരിക്കുന്ന ഷിജു ഖാൻ, മായിൻ ഹാജി എന്ന് പറയുന്ന ലീഗിന്റെ പുള്ളി, ഇവർക്കൊക്കെ വിറച്ചു. ആ സമയം തന്നെ ഇവർ പറയാൻ തുടങ്ങി, എന്ത്, ഒരു അവതാരകൻ പാലിക്കേണ്ട മര്യാദയുണ്ട്, നമ്മളൊക്കെ ചർച്ചയിൽ പാലിക്കേണ്ട മര്യാദയും വളരെ സംയമനത്തോടെ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിജു ഖാൻ ആദ്യം ചർച്ച തുടങ്ങിയത്. ആ ഷിജു ഖാൻ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കുന്നതാണ്, നമ്മൾ ഭയങ്കര സംയമനത്തോടെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോ അതെ, പൊട്ടിത്തെറിക്കിനും സംയമനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇവർ പറഞ്ഞ സംഘപരിവാർ നെറേറ്റീവ് നിങ്ങൾ അടിച്ചിറക്കാൻ ശ്രമിക്കുകയാണ്. സത്യം പറയുന്നത് ആരായാലും സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ പാടില്ല. ഒരു വഖഫ് എന്ന കിരാത നിയമം ഇവിടെ പാസ്സാക്കിയിട്ട് ആ നിയമത്തിന്റെ പേരിൽ മുനമ്പത്ത്, ചാവക്കാട്, അതുപോലെ തന്നെ ഇവിടെ വയനാട്ടിൽ തൊട്ടിപ്പുറത്ത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ, ചെല്ലാനത്ത് ഒക്കെ ആളുകൾക്ക് നേരെ ഇങ്ങനെ വഖഫ് ബോർഡ്, കളരിക്കൽ ക്ഷേത്രം, അവിടെ ഈ പരിപാടി ഇവരുടെ എന്താണ് മീൻസ് വെൽഫെയർ പാർട്ടിയുടെ പരിപാടി നടക്കുന്നു, അവിടെ ഈ നോട്ടീസിന്റെ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലവും വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുമ്പോൾ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുമ്പോൾ ഇതിനെതിരെ ശബ്ദിക്കാൻ പാടില്ല. എന്താ കാരണം? ശബ്ദിക്കാൻ പാടില്ലാത്തതിന്റെ കാരണം എന്താണ്? ഇതൊരു മുസ്ലിം വ്യക്തി നിയമാടിസ്ഥാനപ്പെടുത്തി വന്നൊരു ബോർഡും, ഇത് കോൺഗ്രസ് കൊണ്ടുവന്നൊരു ബോർഡും മാത്രമല്ല കേരളത്തിൽ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളതുമാണ് ഇവരെ പേടിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എല്ലാ സ്വത്തുക്കളും വഖഫ് പിടിച്ചെടുക്കണമെന്നും ഹിന്ദുക്കളെ ഇവിടുന്ന് ഓടിക്കണമെന്നുള്ള ചിന്തയുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവരുടെ ധാരണയനുസരിച്ച് ഈ വഖഫിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും വോട്ട് ചെയ്യില്ലെന്നാണ് ഇവരുടെ ധാരണ. തെറ്റായ കാര്യം ആര് ചെയ്താലും അതിനെതിരെ പറയേണ്ട ആളുകൾ ഇവിടെ പറയുന്നില്ല എന്ന് മാത്രമല്ല,
CAA-ക്കെതിരെ ഇവരുടെ നറേഷൻ മൊത്തം ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. കള്ളം പ്രചരിപ്പിച്ചപ്പോൾ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. ആ കള്ളത്തെ പൊളിഞ്ഞപ്പോൾ CAA-യുടെ പേരിൽ NRC-യുടെ പേരിൽ ഒരു മുസ്ലിമിനും ഒരു ഇസ്ലാമിനും ഇന്ത്യ വിട്ടു പോകേണ്ട അവസ്ഥ വന്നിട്ടില്ലാത്തപ്പോൾ ഇവർ തന്നെ കൊണ്ടുവന്ന വഖഫിന്റെ പേരിൽ വഖഫ് സ്വത്ത് കൊടുത്ത് അവർക്ക് ആ സ്വത്തിന്റെ പേരിൽ ഒരു ക്രയവിക്രയവും നടത്താനാവാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ ഇവിടെ അത് തുറന്നു പറഞ്ഞ അഭിലാഷ് സംഘിയായി. തൊട്ടിപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയെ മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുണ്ട്, ഇവർ ഈ നാട്ടിൽ വിഷം വിതയ്ക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ സംഘിയായി. P. ജയരാജൻ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ചേകന്നൂർ മൗലവിയുടെ വധം അടക്കം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ P. ജയരാജൻ സംഘിയായി. തൊട്ടിപ്പുറത്ത് മാധവിക്കുട്ടിയെ മതം മാറ്റിയത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മീഡിയ വണ്ണിലിരുന്ന് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നവർ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണ്, തീവ്രവാദം വളർത്തുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ആര് സംഘിയായി? KT ജലീൽ സംഘിയായി. കുറഞ്ഞ കാലത്തിനുള്ളിൽ ശ്രീജിത്ത് പണിക്കരുടെ ഒരു പോസ്റ്റ് ഞാൻ ഇന്നലെ കണ്ടു. ഒരുപാട് കാലമായി സത്യം തുറന്നു പറയുന്നത് കൊണ്ട് ഞാൻ സംഘിയായിരുന്നു, ഇപ്പോ എനിക്ക് ചുറ്റും ഒരുപാട് സംഘികൾ വന്നു എന്ന്. അല്ല, ശ്രീജിത്ത് പണിക്കർ അത് പറഞ്ഞപ്പോഴേ ഞാൻ ഇന്നലെ ശ്രീജിത്ത് പണിക്കരുടെ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അയ്യോ ആ പോസ്റ്റ് അസുഖകരമായ സത്യം പറഞ്ഞതിന്റെ പേരിൽ ജീവിതത്തിൽ ആദ്യമായി സംഘി ചാപ്പേടി ഏറ്റുവാങ്ങുന്ന ചാനൽ അവതാരകനെ നോക്കുന്ന 7 കൊല്ലമായി ദിവസേന ചാപ്പേടി വാങ്ങിക്കൂട്ടുന്നതല്ലേ ഞാൻ എന്ന് പറയും. ജഗതിയുടെ ഒരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ടാണ് അത് അദ്ദേഹം ഇട്ടേക്കുന്നത്. സത്യത്തിൽ ഞാനത് വായിച്ചിട്ട് ഞാൻ കരുതി ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ BJP എതിർക്കുന്ന ഒരാളാണ്. അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ശ്രീജിത്ത് പണിക്കർക്കെതിരെ കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, KPCC-യുടെ പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാരാണല്ലോ. ഇവരിൽ ആരെങ്കിലും ശ്രീജിത്ത് പണിക്കറിനെതിരെ പൊതുമധ്യത്തിൽ വന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് അറിയാമോ? അതെനിക്കറിയാമോ? ഇല്ല. അവരുടെ അണികളൊക്കെ വന്നിട്ട് ചാനലൊക്കെ ഇരുന്നിട്ട് നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നേരിട്ട് വന്നിട്ടാണ് പണിക്കർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 1-2 പ്രാവശ്യമല്ല, പല പ്രാവശ്യമാണ് സുരേന്ദ്രൻ പണിക്കർക്കെതിരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പണിക്കർ സംഘിയാണ് എന്ന് പറയുന്നവർ ഇതാണ് ആലോചിക്കേണ്ടത്. പറയാം. അതെ, ഞാനും അതാണ് ആലോചിക്കുന്നത്. എല്ലാവരെയും സംഘിയാക്കിക്കൊണ്ടിരുന്നാൽ സംഘികളെ കൊണ്ട് കേരളം നിറയും എന്നുള്ളതാണ്. അതായത് നേരത്തെ പാർത്ഥൻ പറഞ്ഞത് വലിയൊരു കാര്യമല്ല, വലിയൊരു യാഥാർത്ഥ്യമാണ്. ആര് സത്യം പറയുന്നു അവരൊക്കെ സംഘികളായി. അഭിലാഷ് മോഹൻ കളഞ്ഞ CPM നേതാവാണ്. CPM അനുഭാവിയാണ്. പിണറായിക്ക് ശേഷം ആര് എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയത്തിലല്ല, ആ പ്രത്യയശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ട് പോകുന്ന ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപക്ഷെ വേണു ബാലകൃഷ്ണനും ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറും ഒക്കെ മാറി നിൽക്കും അഭിലാഷ് മോഹന്റെ മുന്നിൽ. ആ ഒരു അത്തരത്തിൽ CPM-ന് ക്യാപ്സ്യൂളുകൾ പറഞ്ഞ് CPM-നെ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ CPM-നെ അനുകൂലിച്ചുകൊണ്ട് ചർച്ചകളിൽ BJP-ക്കാരെ വാരി നിലത്തൊട്ടിച്ച് ചുമരിലൊട്ടിച്ച് അതുവഴി CPM-നെ രക്ഷിക്കുന്ന അവതാരകരിൽ ഒരാളാണ് അഭിലാഷ് മോഹൻ. ആ അഭിലാഷ് മോഹൻ തന്നെ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അഭിലാഷ് മോഹനെ സംഖ്യയാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഭിലാഷ് മോഹൻ സത്യം തിരിച്ചറിയാൻ കാണിച്ച മനസ്സിന് ആദ്യം ഒരു നന്ദി കൊടുക്കും. അഭിലാഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ സത്യം പറയുമ്പോൾ നിങ്ങൾ വർഗീയ കാർഡ് ഇറക്കരുത് എന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ സത്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ വർഗീയ കാർഡ് ഇറക്കരുത്. ചെല്ലാനത്തും ഇവിടെയും ഒക്കെ വഖഫ് ബോർഡിന്റെ പേരിൽ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളൊക്കെ മുൻപ് കാലത്ത് സമരം ചെയ്തിരുന്നില്ലേ? CAA-ക്കെതിരെ നിങ്ങൾ സമരം ചെയ്തിരുന്നില്ലേ? ആളുകൾ ഇറക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ സമയത്തൊന്നും അതിതുവരെ ഇറങ്ങിയിട്ടില്ല. എന്നിട്ടും ഈ സമയത്ത് ആളുകൾ ഇവിടെ ആളുകൾക്ക് പുറത്തിറങ്ങി അവരുടെ വീടിന് വേണ്ടി കുടിയിറക്കപ്പെട്ട് തെരുവിൽ സമരം ഇരിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ സംഘപരിവാർ നെറേറ്റീവ് ഇവിടെ പറയുകയാണ്. അതായത് ധന്യ ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ഇസ്ലാമികമായ ഭരണത്തിന്റെ പുറത്ത് വഖഫോ അങ്ങനെയുള്ള ബോർഡുകളൊക്കെ തോന്നിവാസം കാണിച്ചാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഇറക്കി വിടുന്നതിന്റെ പ്രശ്നം ഇവർക്കില്ല. ഇവർക്ക് അന്യനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്ന കുറെ ആളുകളുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, അവരെ സ്വീകരിക്കണ്ടേ, അവരെ ഇതാക്കണ്ടേ, കുടിയേറ്റക്കാരെ ഇങ്ങനെ സ്വീകരിക്കണം, അവർ ബോംബോളുകളായാലും ഏതുമില്ല. ആമസോൺ കാർഡുകൾക്ക് തീ പിടിച്ചാൽ ഇവിടെ ഇരുന്ന് സമരം ചെയ്യുന്ന ആളുകൾ, മറ്റ് എന്താണ് പറയാ, ഈ ഇറാഖിലൊരു നേതാവ് ഉണ്ടായിരുന്നു, പേരെന്നോട് അല്ല, ഒരു പണ്ടത്തെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, മറന്നുപോയി. അദ്ദേഹം മരണപ്പെട്ടപ്പോ ഒരു നല്ല നേതാവായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ജാഥ നടത്തിയവർ. ഇങ്ങനെ
ഈ എന്താണ് ഡൽഹിയിൽ പിന്നെ ആക്രമണം നടത്തിയ ദഹിയ സിനിമ മരിച്ചപ്പോൾ ഹസൻ നസ്രുള്ള മരിച്ചപ്പോൾ മയ്യത്ത് നിസ്കാരം നടത്തിയവർ അതുപോലെ അതാണ് ഞാൻ പറഞ്ഞത് ഈ താജ് ഹോട്ടലിൽ പിന്നെ ആക്രമണം നടത്തിയ ഭീകരാക്രമണം നടത്തിയ കസബ് അജ്മൽ കസബ് അയാളുടെ വധശിക്ഷക്കെതിരെ പ്രതികരിച്ച ആളുകൾ അവർക്കൊന്നും കേരളത്തിൽ കർണാടകയിൽ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള വഖഫിന്റെ പേരിൽ ആളുകൾ കുടിയിറക്കപ്പെടുമ്പോൾ അതിന്റെ എതിരെ പറയുന്ന ആളുകൾക്ക് ഒരക്ഷരം പറയാനില്ല. ഇവരെല്ലാം സംഖ്യകളാക്കുകയാണ്. ഇത് എന്ത് തോന്നിവാസമാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാത്രമല്ല അഭിലാഷ് മോഹനൻ അടക്കം സംഖ്യയായിട്ടുണ്ടെങ്കിൽ, പിണറായി സംഖ്യയായിട്ടുണ്ടെങ്കിൽ, പി ജെ രാജൻ സംഖ്യയായിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ എല്ലാവരും സംഖ്യയാവുന്ന രീതിയിലേക്ക് പോകും. ഇതിന്റെ തുടക്കം CPM ആണ്. എല്ലാവരെയും സംഖ്യയാക്കാൻ ശ്രമിച്ചു. എന്താ അഭിപ്രായം പറയുന്നവരെല്ലാം സംഖ്യയാക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷവും CPM ആണ്. അത് തന്നെ ഇവർ അനുഭവിക്കുകയാണ്. വെട്ടുകിളി കൂട്ടങ്ങൾ തന്നെ ഇപ്പോൾ സംഖ്യയായി മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.